എന്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ടി പൂർവിയിലാരും ഇല്ലാതെ പോയല്ലോ. കാണുന്നീലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി. കൊയ്യലപ്പച്ചനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പാട്ടും പറച്ചിലേക്ക് പോവാം. പാട്ടുകളുടെ ഒരു വരവിനെ കുറിച്ചും അതിൻ്റെ ഒരു വിഭാഗത്തെക്കുറിച്ചും അനിൽ അല്പം നിങ്ങളോട് സംസാരിക്കും. ആദ്യകാലത്ത് അല്ലെങ്കിൽ പ്രാചീന കാലത്തൊക്കെ മനുഷ്യൻ ഭാഷയ്ക്ക് മുമ്പ് ഉണ്ടായി വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് കാണുന്ന സാഹിത്യത്തിൻ്റെ ആദ്യ രൂപമാണ്, അടിവേരുകളാണ് നാടൻ കലകൾ, നാടൻ പാട്ടുകൾ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ആദ്യകാലത്ത് അധ്വാനത്തെ ലഘൂകരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷത്തെ പ്രകടിപ്പിക്കാൻ, സന്താപത്തെ പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു വിഷയത്തിലുള്ള അവരനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം രൂപപ്പെടുത്താനൊക്കെയായിരുന്നു. ആദ്യകാലത്ത് ഭാഷ ഇല്ലാത്ത കാലത്ത് നമ്മളിപ്പോൾ ഈ വഞ്ചിപ്പാട്ട് അല്ലെങ്കിൽ തേക്കുപാട്ട് എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ കേൾക്കുന്നൊരു കമ്പനിയാണ് ഏയ് ഓ അവർ പ്രകടിപ്പിക്കുക. അന്ന് ഭാഷ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒരു സംഭവം കണ്ടു, അല്ലെങ്കിൽ ഇവിടെ ഒരു അപകടമുണ്ട്, അല്ലെങ്കിൽ ഇവിടെയെങ്കിലും ഒരു സംഘാടനം ഒന്നിച്ച് നമുക്ക് പോകണമെന്ന് പറയുമ്പോൾ അവർ തമ്മിൽ വിളിക്കുന്ന ഏയ്, അപ്പൊ ദൂരെ നിന്ന് കാടിന്റെ ഏതെങ്കിലും ഒരു കൊണ്ടു ഓയ്, ഈ സാധനത്തെയാണ് പരിമിതപ്പെടുത്തി കൊണ്ടുവന്ന് ഈ പരിമിതി ഉണ്ടായിരുന്നു. ഭാഷയുടെ പരിമിതിയെ കവച്ചു വെച്ചുകൊണ്ട് ആ ഏയ് എന്നുള്ളത് അല്ലെങ്കിൽ ഓയ് എന്നുള്ളത് പിന്നെ മാറി വരിക ഏയ് ഓ, ഇങ്ങനെ അത് എക്കോയൊക്കെ അവർ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് പാട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ആ വാക്കുകളുടെ തുടക്കം ഉണ്ടാകുന്നത്. അവർ പ്രകടിപ്പിക്കാനുള്ള ചെറിയ വാക്കുകൾ, അന്ന് ഭാഷയില്ലാത്തത് കൊണ്ട് ഈ സന്തോഷത്തെ സന്താപത്തെയൊക്കെ പ്രകടിപ്പിക്കുന്നത് അങ്ങനെ വരികയും പിന്നെ കാലക്രമേണ അത് പുരോഗമിച്ച് വരുമ്പോഴാണ് അനുഷ്ഠാനങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട് പാട്ടുകൾ വരുന്നു, അവരുടെ വിനോദമായിട്ട് പാട്ടുകൾ വരുന്നു, അവരുടെ തൊഴിൽപരമായി പാട്ടുകൾ വരുന്നു. ഇങ്ങനെ പല രീതിയിൽ പാട്ടുകൾ കെട്ടിപ്പാടി വരികയും, എന്നാൽ ഇതിന് അജ്ഞാതമായ കർത്തൃത്വമാണ്. ആരാണിത് എഴുതിയെന്ന് ഇന്നുവരെ ഇപ്പോൾ പുതിയ കാലത്ത് നമ്മൾ വരുന്ന പല പാട്ടുകളും ഉണ്ടാക്കി തീർക്കുന്ന ആളുകളുടെ പേരുകൾ നമുക്കറിയാൻ കഴിയും. പഴയ കാലത്ത് നമ്മളുള്ള പാട്ടുകളൊന്നും തന്നെ ആരെഴുതി എങ്ങനെ എഴുതി എന്നുള്ളത് അറിയില്ല. ഇപ്പൊ കുട്ടിക്കാലത്താണെങ്കിലും നമ്മൾ പാടി വരുന്ന കൊച്ചു പാട്ടാണ് അത്തള കുത്തള തവളാച്ചി ചുക്കുമുറിക്കണ പൂളാപ്പി മറിയം വന്ന് വിളക്കൂതി സാറാമാണ്ട കോട്ട. ഒരു നാടൻ ശീലമുള്ളൊരു പാട്ടാണ്. ഇതിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, അന്ന് വർണ്ണവർഗ വ്യത്യാസം ഇല്ലാതെ കുട്ടികൾ വന്നിരുന്ന് ചെറിയൊരു മഴയെ കേട്ട് സ്കൂളിൻ്റെ അകത്ത് കയറി വന്നിരുമ്പോൾ നമുക്ക് കൈ കമത്തി വെച്ചൊരു പാട്ടാണ്. ഇത് വലിയ നാടൻ പാട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ ഈ പാട്ടുകളിലേക്ക്, എൻ്റെ കുട്ടിക്കാലത്ത് ഈ പാട്ടിനോട് ഇഷ്ടത്തിൽ നമ്മൾ വരുന്ന ഈ അത്തള കുത്തള തവളാച്ചിയൊക്കെ പാടിയ അവിടെ നിന്നാണ് പാട്ടുകൾ ഇങ്ങനെ പാടി വരുമ്പോഴാണ് നമ്മൾ നാട്ടിലുള്ള തുള്ളൽ കാവുകളിൽ പോകുന്നു. അതുപോലെ തന്നെ ചില അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെട്ട്, ചില മന്ത്രവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുരുതിയായിട്ട് ബന്ധപ്പെട്ട് ചില പാട്ടുകൾ വരുന്നു. പിന്നെ നമ്മൾ കേൾക്കുന്ന സിനിമാ ഗാനങ്ങളിൽ, നാടക ഗാനങ്ങളിലൊക്കെ നാടൻ പാട്ടിൻ്റെ ശൈലികൾ വരുന്നു. ഇങ്ങനെയാണ് ഇത് വളർന്നു വരികയും ഇന്ന് ലോകത്തിൽ തന്നെ വലിയൊരു ശാഖയായി ഒരു നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ തന്നെ നാടൻ പാട്ടിൻ്റെ വലിയൊരു ശാഖ പടർന്നു പന്തലിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതാണ് അതിൻ്റെ ഒരു പിന്മുറക്കാരായിട്ട് നിന്നുകൊണ്ടാണ് ഇപ്പം എന്നേക്കാൾ കൂടുതൽ പാട്ടുകളെ വരികളെ കുറിച്ച് ഇദ്ദേഹത്തിനാണ് പോകാൻ കഴിയുന്നത്. അപ്പം ഞാൻ എൻ്റെ തുടക്കം പറഞ്ഞു, അനുഷ്ഠാനമുണ്ട്, ആചാരമുണ്ട്, വിനോദമുണ്ട്, അവരുടെ പ്രതിഷേധമുണ്ട്. ഇതൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് പാട്ടുകളെ കുറിച്ച് നമ്മൾ പാട്ടുകളിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്ത മനസ്സിലാക്കിയിട്ടുള്ളത് കുഞ്ഞു പാട്ടുകളിലൂടെയാണ് നമ്മൾ വരുന്നത്, ജനകീയമായ പാട്ടുകളുണ്ട്. പക്ഷേ യഥാർത്ഥ പാട്ട്, അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, അവരുടെ തൊഴിൽ, ഇതൊക്കെ തന്നെ ഊട്ടി ഉറപ്പിച്ചിട്ടുള്ള പാട്ടുകൾ നമ്മൾ അധികം കേൾക്കുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അതുപോലുള്ള പാട്ടുകളെ തിരഞ്ഞെടുക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട, ഇതിനെക്കുറിച്ച് ഡീപ്പായി പഠിച്ചിട്ടുള്ള സെൽവരാജിനെ പോലുള്ള ആളുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പാട്ടിലേക്ക് അതിൻ്റെ ഒരു അനുഷ്ഠാനമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽപരമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഷ അതെവിടെ രൂപീകരിക്കുന്നു, എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കും. നമ്മൾ
ഒരു പാട്ട് ഒരു കൃഷിപ്പാട്ട്, ഒരു പാട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, കേട്ടിട്ടുണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ആ പാട്ടിൻ്റെ ഉള്ളിലുള്ള ചില വാക്കുകൾ, ആ വാക്കുകൾ രൂപപ്പെട്ട എങ്ങനെയാണ് ആ വാക്കുകൾ എഴുത്തുകാരൻ അതിൽ പകർത്തി വെച്ചിട്ടുള്ളത്. ഈ പാട്ട് ആരെഴുതിയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ പാട്ട് ഒരു 10-30 വർഷം മുമ്പ് കുട്ടപ്പനാശാനെ പോലുള്ള ആളുകൾ, 35 വർഷം മുമ്പ് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഘം ഒരു കാലത്ത് ഒരു 85കളിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും കേരളക്കരയാകെ സഞ്ചരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ പുറകെ പാട്ട് കേൾക്കാൻ സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ ആശാന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുള്ള പാട്ട്, എൻ്റെ അപ്പൻ രാഘവൻ ആശാന്റെ മകനാണ് ഞാൻ പൂണിത്തുറയിൽ. എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്നാണ് കുറേ പാട്ടുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കൃഷിപ്പാട്ട്, ഒരു കൃഷിപ്പാട്ടാണ് നമ്മൾ ആദ്യം പാടാൻ ഉദ്ദേശിക്കുന്നത്. അതിലുള്ള ചില വാക്കുകളുടെ അർത്ഥം അറിയാൻ പറ്റും, ചില പുതിയ ആളുകൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൽ ഈ കൃഷിപ്പാട്ട് അല്ലെങ്കിൽ കൃഷി പട്ടിണിക്കാരായ കുറേ ആളുകൾ, കുറേ മനുഷ്യർ, ഒരു ഗോത്രത്തിലുള്ള കുറേ മനുഷ്യർ ജീവിതം പറയുന്നത് കൃഷിയാണ്. കൃഷി ചെയ്യുകയല്ല, ചെയ്യുന്നത് മുതലാളിയും ചെയ്യാൻ വിധിക്കപ്പെടുന്നത് തൊഴിലാളിയുമാണ്. അപ്പോൾ പദം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. പദം കൊണ്ടുവരും എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ മലയാളം ഡിക്ഷണറിയിൽ ഒരു വാക്കുണ്ടാവുമോ, ഞാൻ കണ്ടിട്ടില്ല. പദം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പദം എന്ന് പറയുന്ന ഒരു വാക്ക്, ഇപ്പോൾ ഒരു ജന്മിയുടെ പാടത്ത് നമ്മൾ കൊയ്യാൻ ചെല്ലുമ്പോൾ, എൻ്റെ അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ ഞാൻ കൊയ്യാൻ പോയിട്ടുള്ള ഒരാളാണ്, എനിക്കത് അറിയാം. അവിടെ നമ്മൾ പറ അളക്കുമ്പോൾ ഒരു 10 പറ നെല്ല് മെതിച്ചു കൂട്ടിയ 10 പറ നെല്ല് ഉണ്ടെങ്കിൽ അത് അളന്നു കഴിയുമ്പോൾ ആ കൂലി എന്ന രീതിയിൽ പദമാണ് കിട്ടുക. അതിൻ്റെ ഒരു ഭാഗം 10 പറ കൊയ്യുമ്പോൾ 2 ഇടങ്ങഴി പദം കിട്ടുക, അതിൻ്റെ കൂലി കിട്ടുക. ആ കൂലിക്ക് പറയുന്ന പേരാണ് പദം. ആ പദം നമ്മൾ ഒരു മാസം ഉണ്ടാവില്ലല്ലോ, വളരെ കുറച്ച് നാൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ഒരു പദം എന്ന് പറയുന്ന വാക്ക് അതാണ്. പദം കൊണ്ടുവരും, വരുന്നു, അങ്ങനെ ഒരു വാക്ക് ഈ പാട്ടിൽ അങ്ങനെ ഒരു വാക്കുണ്ട്. അതുകൊണ്ടാണ് ആ വാക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊയ്യാൻ പോകുന്ന സ്ത്രീകളുടെ കുറെ പേരുകൾ പറയുന്നുണ്ട്. ചിത്തിര, ചീര, ചെറിയ പെണ്ണ്, കുറിയ പെണ്ണ്, ചിത്തിര, ചീര, ചെറിയ കുറിയ പെണ്ണ് എന്ന് പറയുന്ന കുറേ പേരുകൾ. കുട്ടനാട് നമ്മുടെ നെല്ലിൻ്റെ കലവറയാണ്. ആ കലവറ എന്ന് പറയുന്ന ആ കുട്ടനാടിൻ്റെ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന ചില സ്ഥലങ്ങൾ, രാമങ്കരി, കുന്നങ്കരി, ചെന്നങ്കരി, ചേത്തങ്കരി, വെട്ടിത്തൂരുത്തുന്ന, കോഴിമുക്ക്, കണ്ടപ്പുറ, കൈതപ്പുറ, ആനപ്പുറ, വേഴപ്പുറ, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേരുകൾ ഈ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ സ്ഥലങ്ങളുടെ പേരുകൾ, അമ്മമാരുടെ പേരുകൾ, ഈ കൊയ്ത് കിട്ടുന്ന പദം എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഒരു പാട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഒരു പക്ഷേ നമുക്ക് തിരിച്ചറിയാവുന്നതും തിരിച്ചറിയാത്തതുമായ വാക്കുകൾ ആ പാട്ടിൽ അടങ്ങിയിട്ടുണ്ട്. പാട്ട് പാടാം. തിന്താരേ തിന്താരേ തക തിന്തക താരോ, തിന്താരേ തിന്താരേ തക തിന്തക താരോ, തിന്താരേ തിന്താരേ തക തിന്തക താരോ, തിന്താരേ തിന്താരേ തക തിന്തക താരോ. ഏറണ്ടപ്പാ എറപ്പാ ഏറണ്ടപ്പാ, ഏറണ്ടപ്പാ എറപ്പാ ഏറണ്ടപ്പാ. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, അപ്പനണ്ണയ്യനെണ്ണങ്ങരം കൂട്ടർ മറ്റുണമാരും അങ്ങൊത്തുകൂടി. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, അപ്പനണ്ണയ്യനെണ്ണങ്ങരം കൂട്ടർ മറ്റുണമാരും അങ്ങൊത്തുകൂടി. തിന്താരേ തിന്താരേ തക തിന്തക താരോ, തിന്താരേ തിന്താരേ തക തിന്തക താരോ, തിന്താരേ തിന്താരേ തക തിന്തക താരോ, തിന്താരേ തിന്താരേ തക തിന്തക താരോ. ഏറണ്ടപ്പാ എറപ്പാ ഏറണ്ടപ്പാ, ആ ഏറണ്ടപ്പാ എറപ്പാ ഏറണ്ടപ്പാ. ചിത്തിര ചിര ചെറിയ കുറിയ വെണ്ണിത്തരം വെണ്ണൊത്തുകൂടി. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, ചിത്തിര ചിര ചെറിയ കുറിയ വെണ്ണിത്തരം വെണ്ണൊത്തുകൂടി. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ. തിന്താരേ തിന്താരേ തക തിന്തക താരോ, തിന്താരേ തിന്താരേ തക തിന്തക താരോ, തിന്താരേ തിന്താരേ തക തിന്തക താരോ, തിന്താരേ തിന്താരേ തക തിന്തക താരോ. ഏറണ്ടപ്പാ എറപ്പാ ഏറണ്ടപ്പാ,
വെട്ടിയോരു തന്ന കോഴിമുക്ക് പട്ടാഴി കോട്ടയം പാണ്ടനാട് രാമങ്കരി കുന്നങ്കരി ചെന്നങ്കരി ചത്തങ്കരി വെട്ടിയോരു തന്ന കോഴിമുക്ക് പട്ടാഴി കോട്ടയം പാണ്ടനാട് തിന്താരേ തിന്താരേ തക തിന്തകതാരോ തിന്താരേ തിന്താരേ തക തിന്തകതാരോ തിന്താരേ തിന്താരേ തക തിന്തകതാരോ തിന്താരേ തിന്താരേ തക തിന്തകതാരോ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ആ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ കെട്ടുവെള്ളത്തിന്റെ കെട്ടഴിച്ചാനെന്ന പൂവിരിച്ചേ തകത്തിന്തകത്തെ കുട്ടനാട്ടിൽ പദം കൊട്ടിനു പോകുവാൻ പട്ടം കൂടുന്നവർ പട്ടിണിക്കാർ കുട്ടനാട്ടിൽ പദം കൊട്ടിനു പോകുവാൻ പട്ടം കൂടുന്നവർ പട്ടിണിക്കാർ അപ്പനണിയനങ്ങരും കുട്ടർ മറ്റുണമാരും കൊത്തുകൂടി കെട്ടുവെള്ളത്തിന്റെ കെട്ടഴിച്ചാനെന്ന പൂവിരിച്ചേ തകത്തിന്തകത്തെ കുട്ടനാട്ടിൽ പദം കൊട്ടിനു പോകുവാൻ പട്ടം കൂടുന്നവർ പട്ടിണിക്കാർ തിന്താരേ തിന്താരേ തക തിന്തകതാരോ തിന്താരേ തിന്താരേ തക തിന്തകതാരോ തിന്താരേ തിന്താരേ തക തിന്തകതാരോ തിന്താരേ തിന്താരേ തക തിന്തകതാരോ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഓ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ കാലി തട്ടി കഴുപ്പോലു തട്ടി എന്റെ കാലകേടം അജലമ്പ് തട്ടി കല്ലുമാല പൊട്ടി എന്റെ താലി പൊട്ടി എന്റെ ഓല പൊട്ടി ഓല തോട പൊട്ടി ആ തിന്താരേ തിന്താരേ തക തിന്തകതാരോ തിന്താരേ തിന്താരേ തക തിന്തകതാരോ കാല് തട്ടി കഴുപ്പോലു തട്ടി എന്റെ കാലകേട്ടം അജലമ്പ് തട്ടി കല്ലുമാല പൊട്ടി എന്റെ താലി പൊട്ടി എന്റെ ഓല പൊട്ടി ഓല തോട പൊട്ടി തിന്താരേ തിന്താരേ തക തിന്തകതാരോ തിന്താരേ തിന്താരേ തക തിന്തകതാരോ അയ്യേറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ഓ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ആ കുട്ടനാട്ടിൽ പദം കൊട്ടിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ അപ്പനണിയനങ്ങരും കൂട്ടരും മറ്റുണമാരും കൂടി കുട്ടനാട്ടിൽ പദം കൊട്ടിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ അപ്പനണിയനങ്ങരും കൂട്ടരും മറ്റുണമാരും കൂട്ടുകൂടി തിന്താരേ തിന്താരേ തക തിന്തകതാരോ തിന്താരേ തിന്താരേ തക തിന്തകതാരോ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ ആ ഏറണ്ടപ്പ ഏറപ്പ ഏറണ്ടപ്പ എന്തടി കണ്ണിലൊരു മുല്ലപ്പൂവാസന കുന്നത്തുന്നാരാൻ വന്നതോടി നിന്നാണ് പൊന്നരിവാളാണ് എന്നെ കൊണ്ടില്ല വഴിക്കരുത് എന്തടി കണ്ണിലൊരു മുല്ലപ്പൂവാസന കൊല്ലത്തുന്നാരാനും വന്നതോടി നിന്നാണ് പൊന്നരിവാളാണ് എന്നെ കൊണ്ടില്ല വഴിക്കരുത് എന്തടി കണ്ണിലൊരു മുല്ലപ്പൂവാസന കൊല്ലത്തുന്നാരാൻ വന്നതോടി നിന്നാണ് പൊന്നരിവാളാണ് എന്നെ കൊണ്ടില്ലം പഴിക്കരുത്. വാക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. ഇതിൽ നമ്മുടെ ഒരു പ്രമുഖ എഴുത്തുകാരൻ ഒരുപാട് നാടൻപാട്ടുകളെ കുറിച്ച് എഴുതുക. അദ്ദേഹം തിരഞ്ഞെടുത്ത കുറച്ച് വാക്കുകൾ ചെക്കലുദിക്കുക, വെക്കം, കൊലകാല, പഴഞ്ചാവ്, പുട്ടില്, കൂടിക്കുറുകുക, അത്തലാവത്, ചൊവ്വും ചെതവും, ഇണങ്ങര്, കരുവും മരവും, കള്ളും മരുന്നും, ഇങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, ചെത്തവും ചെമ്മാന്തരവും ഭംഗിക്ക് പറയുന്ന ഇങ്ങനെയുള്ള വാക്കുകൾ കോർത്തിണക്കി ഭാഷയെ കൂടി വിപുലീകരിച്ചിട്ടുള്ള ഒരു നാടൻ പാട്ട് സംസ്കാരം നമുക്കുണ്ട്. അത് തൊഴിലിടങ്ങളിൽ ഇത് കൂടുതലും ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മട്ടൽ വെട്ടുക എന്ന് പറയുന്നത്, അങ്ങനെ വെട്ടിക്കയറ്റുന്നതിന് തൂമ്പ വെച്ച് വെട്ടിക്കയറ്റുന്നതിന് മട്ടൽ വെട്ടുക. വേറെ സ്ഥലത്ത് വേറെ കണ്ണി കോരുക എന്ന് പറയും. ചില സ്ഥലത്ത് കണ്ണി കോരുക എന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്ന. ഈ കണ്ണി കോരുന്നതൊക്കെ ഓരോ നാട്ടിലും വേറെ രീതിയിലായിരിക്കും. പൂട്ടുക എന്ന് പറഞ്ഞാൽ കള പൂട്ടുകയാണ്. കാള പൂട്ടി വിത്ത് വിതയ്ക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും. ഒന്നാം കണ്ടത്തിൽ വിത്തെറിഞ്ഞേ, ഒന്നര വട്ടി കൊയ്തെടുത്തേ, രണ്ടാം കണ്ടത്തിൽ വിത്തെറിഞ്ഞേ, രണ്ടര വട്ടി കൊയ്തെടുത്തേ, മട്ടല് വെട്ടി കയറ്റി നിൽക്കുമ്പോ മട്ടലിടിക്കണ് പൊന്മാനും, മട്ടല് വെട്ടി കയറ്റി നിൽക്കുമ്പോ മട്ടലിടിക്കണ് പൊന്മാനും, കളപറിക്കണ് കാളിച്ചീര നിലമുഴുകണ് നെന്നാണ്ടൻ, കളപറിക്കണ് കാളിച്ചീര നിലമെഴുകണ് നെല്ലാണ്ടൻ. ഇങ്ങനെയുള്ള അവരുടെ നെല്ലാണ്ടന്റെ പേര്, കാളിച്ചീരയുടെ പേര്, നിലമൊഴുകുന്നതിന്, കണ്ടം പൂട്ടുന്നതിന്, ഇങ്ങനെയൊക്കെ ഭാഷകളിൽ ആ വാക്കുകളെ കൊണ്ടുവന്ന് നിറയ്ക്കുകയും അത് ഒരു ജനതയുടെ ആവിഷ്കാരമായി അവരുടെ ഭാഷയുടെയും അവരുടെ സംസ്കാരത്തിൻ്റെയൊക്കെ വലിയൊരു മുതൽക്കൂട്ടായി മാറുകയാണ്. അതുപോലെ തന്നെ ആചാരങ്ങളെ വെച്ചിട്ട് ഒരു പാട്ട്, ആചാരങ്ങളെ വെച്ചിട്ടുള്ളൊരു പാട്ടെന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ആ ആചാരങ്ങളും അവിടെയുള്ള
ശ്രേണി സമ്പ്രദായം, ജനജീവിതത്തിന്റെ ഇപ്പോൾ സമൂഹത്തിലെ ഉന്നതരും താഴ്ന്നവരും എന്നുള്ള സമ്പ്രദായത്തെ അവർ ചിലത് ആരാധിക്കുന്നുണ്ട്. അവരെ എതിർക്കുന്നവരാണെങ്കിൽ പോലും അവിടുത്തെ ബിംബങ്ങളെ അവരുടെ ആരാധനമൂർത്തിയായിട്ട് ആരാധിക്കുന്ന രീതിയിലൊരു പാട്ട് KV തങ്കപ്പനാണ്. അദ്ദേഹം വളരെ കൃത്യമായി നാടൻ പാട്ടുകളെ കുറിച്ച് പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്ന തെയ്യാരേ തെയ്യാ തക തെയ്യകന്താര, തെയ്യാരേ തെയ്യാ തക തെയ്യകന്താര, തെക്ക് തെക്ക് തെക്കേലൊരു ദൈവത്താനുണ്ടേ, തെക്ക് തെക്ക് തെക്കേലൊരു ജന്മത്താനുണ്ടേ, ജന്മത്തീ വാഴണ വടമതിമാരുണ്ടേ, വടമതിമാരവരില്ലക്കാരാണേ, തെയ്യാരേ തെയ്യാ തക തെയ്യകന്താര, തെയ്യാരേ തെയ്യാ തക തെയ്യകന്താര, ഇല്ലങ്ങള് നാലാണത് ഇല്ലക്കാര് നാല്, വെള്ളിയൻ തെയ്യൻ ചെറുനാടൻ കവരൻ, ഇല്ലങ്ങള് നാളാണവരില്ലക്കാര് നാല്, വെള്ളിയൻ തെയ്യൻ ചെറുനാടൻ കവരൻ, നാടോട് നാടവരു പെറ്റുപേരുകി, നാടോട് നാടവരു പെറ്റുപേരുകി, ഉച്ചക്ക് വിളിച്ചാ വിളി കേക്കണ ദൈവം, ഉച്ചക്കുള്ളൻ കയ്യിലെത്തി കാട്ടണ ദൈവം, ഉച്ചക്കുള്ളൻ കയ്യിലെത്തി കാട്ടണ ദൈവം, നെല്ലും പാണം കൊണ്ട് പോറ്റണ ദൈവം, വെച്ചൂട്ട് വിരുന്നോട്ട് തന്നേക്കണ ദൈവം, വെച്ചൂട്ട് വിരുന്നോട്ട് തന്നേക്കണ ദൈവം. ഇത് അവിടെ ദൈവത്തിന് വെച്ചൂട്ട്, അവിടെ ദൈവത്തിന്റെ ഒരു പ്രതീകം, ദൈവം നമ്മളോട് അടുത്ത് നിൽക്കുന്നതൊക്കെ ആരാധിച്ചുകൊണ്ട് പാടുന്നതാണ്. ഇതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ആരാധനയും ഈ ഈ ജീവിതക്രമത്തെ എതിർത്തുകൊണ്ട് പാടുന്നുണ്ട്. ഇപ്പോൾ ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട്, ജാതി വ്യവസ്ഥയിൽ പല കാര്യങ്ങളും പറയുന്നത് ഇത്ര ദൂരം നിൽക്കണം, ഇത്ര ദൂരം മാറി നിൽക്കണം, ഇന്നതൊക്കെ ചെയ്യണം. പക്ഷെ ചില സമയത്ത് ഈ അകറ്റി നിർത്തുന്നവരെ കൂട്ടി നിർത്തുകയും അവരെ പ്രാപിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ പൊളിച്ചുകൊണ്ടുള്ള സമൂഹത്തിൽ ഇതുപോലെ ദൈവങ്ങളെ അവരെ വെച്ച് വലിയ ആളുകൾ വെക്കുന്ന ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ തന്നെ അവരുടെ ചില അനുഷ്ഠാനങ്ങളെ അവർ പറയുന്ന ജാതി വ്യവസ്ഥയെ തകർത്തുകൊണ്ടുള്ളൊരു പാട്ടാണ് നമ്മുടെ ദൈവവും അല്ലെങ്കിൽ ഉടയോനും അടിയാനും തമ്മിലുള്ള പാക്കനാര് പാടുന്നൊരു പാട്ട്. എന്ത് തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്ത് തന്റെ തീണ്ടലാണ്, എന്തു തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്. ഇത് പാക്കനാരി ചോദിക്കുന്നു, പാക്കനാരി തമ്പ്രാനോട് ചോദിക്കുന്നു തന്റെ തീണ്ടൽ എന്ത് തീണ്ടലാണ്. അതിൽ പറയുന്ന ആദ്യമേ പറയുന്ന പാക്കനാരി വരുമ്പോ ദൂരെ നിന്ന് പറയും മാറടാ മാറടാ മാറടങ്ങട് മാറടാ, മാറടാ മാറടാ പാക്കനാര് മാറടാ, മാറടാ മാറടാ മാറടങ്ങട് മാറടാ, മാറടാ മാറടാ പാക്കനാര് മാറടാ. ഇങ്ങനെ മാറുമ്പോഴാണ് ചോദിക്കുന്നത് എന്ത് തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്ത് തന്റെ തീണ്ടലാണ്, എന്തു തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്. ആകാശത്തമ്പെയ്ത ആകാശം തുളയുമോ, ആകാശത്തമ്പെയ്ത ആകാശത്തമ്പെയ്ത ആകാശം തുളയുമോ. ചോദിക്കണ ചോദ്യോടും ആകാശത്തമ്പെയ്താൽ ആകാശം തുളയുമോ എന്നും. അതുപോലെ തന്നെ മത്സ്യത്തിൽ നിൽക്കുന്ന മീനിനെ നമുക്ക് കഴിക്കാം, പക്ഷേ ആ മീനിന്റെ ഉള്ള ജലാശയത്തിൽ നമുക്ക് കുളിക്കാം, ആടിത്തിമിർക്കാം, പക്ഷെ ആ മീനിനെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിധി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന പാട്ടുകൾ, ഇങ്ങനെ അതിനെ എതിർത്തുകൊണ്ട്, ആ ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന പാട്ടുകൾ, ഇങ്ങനെയുള്ള പാട്ടുകൾ കൂടിയാണ് നാടൻ പാട്ടിന്റെ ശൈലീകൃതമായി രൂപപ്പെട്ടു വന്നത്. പ്രതിഷേധ പാട്ടുകൾ, അവരുടെ പ്രതിഷേധങ്ങൾ കൂടി ചേർത്ത് വെക്കുന്ന പാട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു പാട്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്, ഒരു പണിപ്പാട്ടാണ്. പണിപ്പാട്ട് ആ പാട്ടിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എഴുതപ്പെട്ടിട്ടുള്ള വരികൾക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം, ആ അർത്ഥത്തെ തെറ്റായി
മനസ്സിലാക്കാവുന്ന തരത്തിലോ അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ഞാനൊക്കെ ആദ്യകാലത്ത് അതൊക്കെ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നേരായി മനസ്സിലാക്കിയിട്ടുള്ളതല്ല. അതിൽ ഒരു വാക്കെന്ന് പറയുന്നത് പൂക്കൈത മറപറ്റി എന്നാണ്. പൂക്കൈത മറപറ്റി. ഇപ്പോൾ ഞാൻ കുറേ കാലം എൻ്റെ അപ്പൻ്റെ കൂടുതൽ ഈ ശാസ്താം പാട്ടിനൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ എതിരേപ്പ് പാട്ടൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നിറയൊക്കെ വരുമ്പോഴും പറയും പെരുമീൻ കണ്ടിട്ട് മതി എന്ന് പറയും. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഈ പെരുമീൻ എന്ന് പറയുന്ന വാക്കെന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള ഡിക്ഷണറിയിൽ ആ ഒരു വാക്കുണ്ടായിക്കൊള്ളുന്നില്ല. പെരുമീൻ കണ്ടിട്ട് മതി എന്ന് പറയാം. പെരുമീൻ എന്ന് പറയുന്ന വാക്ക് സൂര്യൻ്റെ ഉദയമാണ്. സൂര്യൻ്റെ ഉദയം കണ്ടിട്ട് മതി എന്നാണ് ഈ പെരുമീൻ എന്ന് പറയുന്ന വാക്ക് ഈ ഭാഷക്കകത്ത് ഈ പാട്ടിന്. ഇതിൽ പൂക്കൈത മറപറ്റി എന്നാണ് പറയുന്നത്. പൂക്കൈത നേരം പോയി പൂക്കൈത മറപറ്റി കാണാക്കോഴി കുളക്കോഴി തത്തിപ്പായുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നിരൂപണം ഇതിനും പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് നേരം പോയി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിൽ സമയം പോകുന്നത് തന്നെയാണ്. പൂക്കൈത മറപറ്റി എന്ന് പറഞ്ഞാൽ പൂത്ത് നിൽക്കുന്ന കൈതയുടെ മറയിലൂടെ പോയി എന്നാണ് വ്യാകരണം, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ നിരൂപിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പൂക്കൈത മറപറ്റി എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചു എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. പൂക്കൈത മറപറ്റി കാണാക്കോഴി കുളക്കോഴി തത്തി പോകുന്നു. നമ്മൾ കാണാത്ത പക്ഷികൾ വരെ നേരം സന്ധ്യയായി, നേരം ഇരുട്ടി തുടങ്ങി, പാടത്തൊന്നും ആളുകൾ പക്ഷികളെല്ലാം ചേക്കേറി കഴിഞ്ഞു. പക്ഷേ പാടത്ത് പണിയെടുക്കുന്ന കർഷകൻ, കൃഷിക്കാരൻ, പണിയാള് അപ്പോഴും പാടത്തുനിന്ന് വീട്ടിലേക്ക് കയറി പോകാൻ പറ്റിയിട്ടില്ല എന്ന അർത്ഥത്തിലാണ് ആ പൂക്കൈത മറപറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ആ പാട്ടിൻ്റെ അകത്ത് ഇതുപോലെ കുറേ വരികളും കുറേ വരികൾക്കുള്ളിൽ മറഞ്ഞു കിടക്കുന്ന അർത്ഥങ്ങളും ആ പാട്ടിനകത്തുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: നേരം പോയി പൂക്കൈത മറപറ്റി കാണാക്കോഴി കുളക്കോഴി തത്തിപ്പായുന്നേ. നേരം പോയി പൂക്കൈത മറപറ്റി കാണാക്കോഴി കുളക്കോഴി തത്തിപ്പായുന്നേ. ഏനവട ചെന്നെ പിന്നെ കെട്ടാക്കുളം വെട്ടിച്ചേ, ഏനവിട ചെന്നെ പിന്നെ തേവാക്കുളം തേവിച്ചേ. ഏനവിട ചെന്നെ പിന്നെ കെട്ടാക്കുളം വെട്ടിച്ചേ, ഏനവിട ചെന്നെ പിന്നെ തേവാക്കുളം തേവിച്ചേ. നേരം പോയി പൂക്കൈത മറപറ്റി കാണാക്കോഴി കുളക്കോഴി തത്തിപ്പായുന്നേ. ഏനവിട ചെന്നെ പിന്നെ തേവാക്കുളം തേവിച്ചേ, ഏനവിട ചെന്നെ പിന്നെ തേവാക്കുളം തേവിച്ചേ. നേരം പോയി പൂക്കൈത മറപറ്റി കാണാക്കോഴി കുളക്കോഴി തത്തിപ്പായുന്നേ. ഏനവിട ചെന്നെ പിന്നെ കെട്ടാപ്പൊര കെട്ടിച്ചേ, ഏനവിട ചെന്നെ പിന്നെ കെട്ടാപ്പൊര കെട്ടിച്ചേ. നേരം പോയി പൂക്കൈത മറപറ്റി കാണാക്കോഴി കുളക്കോഴി തത്തിപ്പായുന്നേ. ഒരു തുണ്ടു കരിക്കും തന്ന് ഒരു കോപ്പക്കള്ളും തന്ന്, നേരം പോയ നേരത്തും കൊല്ലണിയോ. ഒരു തുണ്ടു കരിക്കും തന്ന് ഒരു കോപ്പക്കള്ളും തന്ന്, നേരം പോയ നേരത്തും കൊല്ലണിയോ. നേരം പോയി പൂക്കൈത മറപറ്റി കാണാക്കോഴി കുളക്കോഴി തത്തിപ്പായുന്നേ. ഒരു തുണ്ടു കരിക്കും തന്ന് ഒരു കോപ്പക്കള്ളും തന്ന്, ഏനന്ന പാട്ടിലാക്കാൻ നോക്കേണ്ടട ഏനന്റെ മോളെ. ഒരു തുണ്ട് കരിക്കും തന്ന് ഒരു കോപ്പക്കള്ളും തന്ന്, ഏനന്നെ പാട്ടിലാക്കാൻ നോക്കേണ്ടട ഏനന്റെ മോളെ. നേരം പോയി പൂക്കൈത മറപറ്റി കാണാക്കോഴി കുളക്കോഴി തത്തിപ്പായുന്നേ. ഏനവിട ചെന്നെ പിന്നെ തേവാക്കുളം തേവിച്ചേ, ഏനവിട ചെന്നെ പിന്നെ കെട്ടാപ്പൊര കെട്ടിച്ചേ. ഏനവിട ചെന്നെ പിന്നെ തേവാക്കുളം തേവിച്ചേ, ഏനവിട ചെന്നെ പിന്നെ കെട്ടാക്കുളം വെട്ടിച്ചേ. ഒരു തുണ്ടു കരിക്കും തന്ന് ഒരു കോപ്പക്കള്ളും തന്ന്, നേരം പോയ നേരത്തും കൊല്ലണിയോ. നേരം പോയ നേരത്തും കൊല്ലണിയോ. നേരം പോയ നേരത്തും കൊല്ലണിയോ.
പോയ നേരത്തും കൊല്ല കൊല്ലിയോ. യഥാർത്ഥത്തില് ഇതൊരു വിലാപമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ആളുകൾക്ക് എത്രത്തോളം ഒരു കർഷകന്റെ വിലാപം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഒരു കർഷകനെ അല്ലെ കർഷകരെ പണിയെടുപ്പിക്കുന്ന, മാടുകളെ പോലെ പണിയെടുപ്പിക്കുന്ന ആ നേതൃത്വത്തോട്, ആ തമ്പുരാനോട്, അല്ലെങ്കിൽ അവനോട് തന്നെ, അല്ലെങ്കിൽ അവന്റെ സമുദായത്തോട് തന്നെ, അല്ലെങ്കിൽ അവനോട് തന്നെ വിലപിക്കുന്ന ഒരു വിലാപം കൂടിയാണ് ഈ പാട്ട്. അവൻ അവസാനം പറയുന്നുണ്ട്, ഒരു തുണ്ട് കരിക്കുണ്ടെന്ന് ഒരു കോപ്പ കള്ളുണ്ടെന്ന് ഏനന്നെ പാട്ടിലാക്കാൻ നോക്കണ്ടട ഏനന്റെ മുള എന്ന് പറയുന്നതാണ്. അപ്പോ ഇത്തരത്തിലുള്ള പാട്ടുകളും പാട്ടിലുള്ള ആശയങ്ങളും അത് ഒളിഞ്ഞിരിക്കുന്ന കുത്തുവാക്കുകളും അല്ലെങ്കിൽ അറിവുകളും നാം പങ്കിടേണ്ടതാണ്. അടുത്തത് നമ്മുടെ ഈ നാടൻപാട്ടിൻ്റെ മറ്റൊരു വിഭാഗമാണ് ഓണക്കളിപ്പാട്ടുകളൊക്കെ. അത് വിനോദപരമാണ്. വിനോദപരമായി നാട്ടുകൂട്ടത്തിൽ നമ്മുടെ ഓണത്തിന് മുന്നോടിയായി നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ഒത്തുകൂടും അല്ലേ? ഓണത്തിന് മുന്നോടിയായി ഏതെങ്കിലും ഒരു മാവിൻ തോട്ടിൽ ഒത്തുകൂടി എല്ലാവരും ഇന്ന് ആ പാട്ടുകളൊക്കെ കുറഞ്ഞു വരികയാണ്. പക്ഷെ അത് നാടൻ ശീലുകളെ മുറുക്കി പിടിച്ചുകൊണ്ടുള്ള പാട്ടുകളായിരുന്നു. അപ്പം നാടൻ പാട്ടിൻ്റെ മറ്റൊരു വഴിയാണ് നാടൻ പാട്ടുകൾ. നമ്മളിപ്പോൾ പാടുന്ന സ്റ്റേജുകളിലൊക്കെ പാടുന്ന പാട്ട് അതിനെക്കുറിച്ച് ചിലപ്പം വളരെ വിശദമായിട്ട് പറയും. പാട്ടിൻ്റെ സംസ്കാരവും പാട്ടിൻ്റെ ഈണവും താളവും ഒക്കെ കളഞ്ഞിട്ട് ഒരു ആൾക്കൂട്ടവും അതുപോലെ തന്നെ ഭയങ്കര മേളവും അടിച്ചുപൊളിയായി അവതരിപ്പിക്കുക. അപ്പം പാട്ടിൻ്റെ യഥാർത്ഥ സത്തയെ നശിപ്പിച്ചുകൊണ്ടുള്ള പാട്ട് വഴികളുണ്ട്. അതാണ് ആൾക്ക് ആവശ്യം വരുന്നത്. പക്ഷെ പണ്ട് കാലത്ത് വിനോദത്തിന് വേണ്ടി, ആളുകളുടെ ആഹ്ലാദത്തിന് വേണ്ടി പാടിയിരുന്ന, ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഈ ഓണത്തിന് മുമ്പ് പാടുന്ന വീരാദശരഥ സുതായനായ രാമദേവനുമായി സീതാദേവി വനകാലേ വസിക്കും നാളിന്തകത്തിത്തെ വീരാദശരഥ സുതനായ രാമദേവനുമായി സീതാദേവി വനകാലേ വസിക്കും നാളിന്തകത്തിത്തെ കാട്ടിയിലുള്ള മാനെ കണ്ടു സീതാദേവി മോഹം കൊണ്ടു കാട്ടിയിലുള്ള മാനെ കണ്ടു സീതാദേവി മോഹം കൊണ്ടു മാനെ പിടിപ്പാനായി രാമൻ പുറപ്പെടും നേതകത്താൽ മാനെ പിടിപ്പാനായി രാമൻ പുറപ്പെടും നേതകത്താൽ. ഇത് പാടിയിട്ട് ഈ പാട്ട് താളമൊക്കെ മുറുക്കാൻ വേണ്ടി വളരെ നാടൻ ശൈലിയിൽ തകർത്തത്തിന്തക തെയ്തയ്യത്തോ പുത്തരി വെട്ടി പുതുമഴ പെയ്തെ ഭൂമികളത്തെ ആലുകളത്തെ ആലിന്മേല് പക്ഷികിരുന്ന് താമുല്ല തരികിടമുല്ല തത്തകതിത്തകതിത്താതുമൃത തെയ്ക്കതെയ്തൈ സീതാദശരഥ സുതനായ രാമദേവനുമായി സീതാദേവി വനകാലേ വസിക്കുന്ന നാളിൽ നഗത്തിത്തൈ. ഇങ്ങനെ കൈകൊട്ടി കളിച്ചു പോകുന്ന പാട്ടുകൾ. അതുപോലെ കോൽക്കളി പാട്ടുകൾ. ഞാനും എൻ്റെ ആടും മലങ്കാട്ടിൽ പോയപ്പോ കൂട്ടം പിരിഞ്ഞെൻ്റെ ആടും നിന്നെ കണ്ടില്ല. ഞാനും എൻ്റെ ആടും മലങ്കാട്ടിൽ പോകുമ്പോ കൂട്ടം പിരിഞ്ഞെൻ്റെ ആടും നിന്നെ കണ്ടില്ല. ആടിന്റെ ചുട്ടിയും ആടിന്റെ വാലും കാണാനഴകുള്ള ചുട്ടിയും വാലും നിങ്ങൾ കണ്ടോ മാളോരെ കണ്ടോ ഞാനും എൻ്റെ ആടും കളിക്കണ കണ്ടോ. മേലെ മലയില് ഓടിക്കളിക്കുമ്പോ മേലെ മലയില് ചാടിക്കളിക്കുമ്പോ ഞാനും എൻ്റെ ആടും മുള്ളങ്കാട്ടിൽ പോകുമ്പോ കൂട്ടം പിരിഞ്ഞെൻ്റെ ആടും നിന്നെ കണ്ടില്ല. ഇത് കോൽകൾ. ഇങ്ങനെയുള്ള പാട്ടുകൾ കൂടിച്ചേർന്നതാണ്. പക്ഷെ ഈ പാട്ടുകളൊന്നും ഇപ്പോൾ നമ്മൾ പാടാറില്ല. അറിയുന്ന ഒരുപാട് പഴയ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് കുട്ടികളെടുത്ത് പാടിക്കൊടുക്കാം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ വടക്കംപുറൂരിൽ പച്ചമരുന്നു നീട്ടി കഷായം പിന്നെ പല മരുന്ന് എന്നും പറഞ്ഞൊരു പാട്ട്. വളരെ ആ പാട്ട് ശ്രദ്ധിച്ചായിരുന്നു. മരുന്നുകളെ കുറിച്ചാണ് പാട്ട്. നമ്മൾ പല മരുന്നുകൾ ഉപയോഗിക്കുന്നത്. പണ്ട് ഒരു പാട്ടുണ്ട്, ഓണക്കാളികാർക്ക് ക്ഷീണമായേതഗതികിതൈ ഓണക്കാളികാർക്ക് ക്ഷീണമായേതഗതികി നാരായണനും നാരകവേരും വേലായുധനും വേട്ടുംതൊലിയും അഞ്ചോടിഞ്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണക്കാളികാർക്ക് ഊർജമായേതകതാതെ എന്ന് പറയുന്ന അതിലൊരു തമാശ ഉണ്ട്, ചെറിയ കളിപ്പാട്ടുകളുണ്ട്. ഇവര് പാടുന്നതല്ല. നിങ്ങൾക്ക് പല രോഗങ്ങള് ആ പാട്ട് ശ്രദ്ധിച്ചറിയാം. ആ പാട്ടിലെ രോഗങ്ങളും രോഗങ്ങൾക്കുള്ള പ്രതിവിധികളും വട്ടയില ചൂന്നല അത് കൂടി ഇത്തി അരയാല് പേരാല കൂടി ഇടിച്ച് പിഴിഞ്ഞു കൊടുത്താൽ എല്ലാ രോഗങ്ങളും പമ്പ അടക്കുന്ന പാടാണ്. അങ്ങനെ രോഗങ്ങളെ കുറിച്ചുള്ളത്, ചികിത്സയെ കുറിച്ചുള്ളത്,
അങ്ങനെ ഒരുപാട് പാട്ടുകൾ, അതുപോലെ ഉള്ള പാട്ടുകളെ കണ്ടെടുക്കാൻ കൂടി വേണ്ടിയാണ് ഇതുപോലെ പുസ്തകോത്സവങ്ങളിൽ ആ പാട്ടുകളിലേക്ക് ചെല്ലാനും. നമ്മളിപ്പോ ഒരു ഓർമ്മ പുതുക്കുകയാണ് എല്ലാ പാട്ടുകളും. ഈ പറഞ്ഞ വരികളും ഒന്നും കൃത്യമായി ഇത് മറ്റൊരു പാട്ട്, ഒന്നാം മണപ്പുറത്ത് ഒടിച്ചു കുത്തിയ മൈലാഞ്ചി, മൈലാഞ്ചി മരമതുമേ കായതുമേ പൂവത്, അതിലൊരു വൃക്ഷ കന്യക അവൾ പറിച്ചു കറിക്കരച്ചു, അരച്ച കൈയും വിടർത്തി നോക്കി കൈപ്പുറമേ കരം പടർന്നു എന്നും പറഞ്ഞൊരു പാട്ട്. അത് ഈ ഓണക്കളി പാട്ടാണ്. ഇതിൻ്റെ വരികൾ ഇപ്പോ നമ്മൾ മറന്നു പോകുന്നു. യഥാർത്ഥ പഴയ ആളുകൾ അവരുടെ ഓർമ്മ അപ്പൊ ഇത് ശേഖരിക്കേണ്ടത് കൂടിയുണ്ട്. ഈ പാട്ട് ഇങ്ങനെ പറഞ്ഞു പോകുകയല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ പഴയ പാട്ടുകൾ അറിയാമോ അമ്മുമ്മ അപ്പൂപ്പ എന്ന് ചോദിച്ചാൽ അവർക്ക് ഒന്നോ രണ്ടോ പാട്ടുകളെങ്കിലും മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഈ പാട്ടൊന്ന് ശേഖരിക്കാൻ കൂടിക്കുള്ള ഇന്നത്തെ അതിന് അസൗകര്യമൊന്നുമില്ല. ഇന്ന് ഒരുപാട് പാട്ടുകാരിങ്ങനെ വരുന്ന. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ ഈ പരിപാടി ഈ സെക്ഷൻ തീരുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാലോചിക്കണം, നമ്മുടെ അമ്മൂമ്മമാർ പാടിയൊരു പാട്ടുണ്ടല്ലോ, നമുക്കറിയാവുന്ന നമ്മുടെ ഓണക്കളിക്കിടെ പാട്ടുകൾ, അല്ലെങ്കിൽ തിരുവാതിര കളിക്കുമ്പോൾ ഇപ്പൊ പാടാത്ത ചില പാട്ടുകളുണ്ടല്ലോ, ആ പാട്ടുകളൊന്നും എടുത്തു വെക്കേണ്ടതല്ലേ എന്ന് വെച്ചാൽ അവരെ കൊണ്ട് പാടിക്കുക, 2 വരി പാടിക്കുക, അവർ ഓർമ്മ മറിഞ്ഞു കൂട്ടണം. പക്ഷെ അതിൽ കൂട്ടിച്ചേർക്കാം നമുക്ക്. കൃത്യമായി ഈ പാട്ടുകളൊന്നും, നാടൻ പാട്ടുകളൊന്നും അതിന്റെ കർത്താവ് പറയുന്നത് കൃത്യമായിട്ടില്ല. ഒരാൾ ഒരു വരി പാടിയിട്ട് അടുത്ത ആളുകൾ പാടുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടതായിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു ദേശത്ത് ചെന്നപ്പോൾ ആ പാട്ടിനെ വേറെ രീതിയിൽ ആവിഷ്കരിച്ച് അതിലും കൂട്ടിച്ചേർത്ത്, അങ്ങനെ കൂട്ടിച്ചേർത്ത് വാമൊഴി വഴക്കത്തിലൂടെ വന്ന പാട്ടുകളാണ്. അപ്പൊ നമ്മുടെ അമ്മമ്മയുടെ കയ്യിലോ അപ്പൂപ്പന്റെ കയ്യിലോ 2 വരി എന്തെങ്കിലും 2 വരി നമുക്ക് കൂട്ടിച്ചേർത്ത് അടുത്ത ആളും കൂട്ടിച്ചേർത്ത് ആ പാട്ടിനെ നിലനിർത്താനും കഴിയും. നമ്മുടെ ഒരു സംഭാവന ഇതിലുണ്ടാവും. അതുകൂടി ഈ സെക്ഷനിലൂടെ നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ കൈകൊട്ടിക്കളി എന്ന് പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ കൈകൊട്ടിക്കളി പാട്ടുകൾക്കുള്ളിൽ വിനോദത്തിന് വേണ്ടി മാത്രമല്ലാതെ പാടുന്ന പാട്ടുകളുണ്ട്. ഇപ്പോൾ 1976 എൻ്റെ നാട്ടിൽ എൻ്റെ അപ്പൻ ഒരു വലിയ കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുറേ പാട്ടുകൾ, അദ്ദേഹം കോൽകളി, ഓണക്കളി, ശാസ്താംപാട്ട്, അങ്ങനെ കുറേ. അപ്പോൾ അദ്ദേഹം രൂപം കൊടുത്തിട്ടുള്ള ഒരു കോൽകളി സംഘം ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ, എൻ്റെ അപ്പൻ്റെ ഒരു ശിഷ്യൻ എന്ന് പറയുന്ന ഒരാൾ, വിജയൻ തേരോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം 1976 രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘടന, കേരളശ്രീ എന്ന് പറയുന്ന ഒരു സംഘടന. അത് കുറേ കാലം ആ സംഘടനയിൽ കൈകൊട്ടിക്കളിയും പാട്ടുകളായിട്ട് ഒത്തിരി സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം കുറച്ച് നാളുകൾ മാത്രമാണ് ആ സംഘടന നിലനിന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് എൻ്റെ നാട്ടിലുള്ള എൻ്റെ അമ്മമാർ, പെങ്ങന്മാർ, സ്ത്രീകൾ, അവരെല്ലാവരും ഒരു 10-28ഓളം സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ആ സംഘടന പുനർജീവിപ്പിക്കുകയും പഴയ പാട്ടുകൾ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി, കുറേ പാട്ടുകൾ എഴുതി വെച്ചിട്ടുള്ള പാട്ടുകൾ, കേട്ട പാട്ടുകൾ, ഈ പറഞ്ഞതുപോലെ 4 വരി 6 വരി മാത്രമുള്ള പാട്ടുകൾ, ആ പാട്ടുകളെല്ലാം ആദ്യം ഞങ്ങൾ കളക്ട് ചെയ്തത്. അത് ആ പാട്ടുകളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഈ ഒരു സംഘം ഇപ്പോൾ 3 വർഷമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കൈകൊട്ടി പാട്ടുകളി എന്ന രീതിയിൽ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇന്നലെ ചങ്ങമ്പുഴ പാർക്കിൽ ഭാഷാ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ അത് ചെയ്തിരുന്നു. ഈ പാട്ടുകൾ ശേഖരിച്ച് വെച്ചത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒരു പാട്ട് പാടാം. അതിലൊരു പാട്ട്, എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ചിറ്റ, ഇവര് ഭയങ്കര ഈ പാട്ടുകൾ ഓർത്ത് വെച്ച ഒരാളാണ്, എഴുതി വെച്ച ഒരാളല്ല. അവർ ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടു പോയത്. അവർ മരിക്കുന്നതിന് ഏതാനും ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് അവരിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് അവരുടെ മൈൻഡ് ഔട്ടാവും. ഓർമ്മ പോയി കഴിയുമ്പോൾ അവർ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 4 വരി 6 വരി, ചിലപ്പോൾ തുടർച്ചയെ പാടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ ചിക്കയുടെ മോൻ്റെ അടുത്ത് പറഞ്ഞത്, അശോക ആ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞു. ഇന്ന് മൊബൈലുണ്ടെന്ന് മൊബൈലില്ല. ആ പാട്ടുകളെല്ലാം, ഇവർ പാടിയ പാട്ടുകളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു. ഒരു 10-60ഓളം പാട്ടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തു. കഴിഞ്ഞപ്പോഴത്തേക്കും ചില പാട്ടുകൾ 4 വരെ പാടുള്ളൂ, പക്ഷെ പിന്നെ എപ്പോഴോ പാടുമ്പോൾ അടുത്ത 4 വരി പാടും. അങ്ങനെ നമുക്ക് കുറേ പാട്ടുകൾ കിട്ടി. അതിലൊരു പാട്ട് പാടാം. ആ പാട്ടിലൂടെ നമ്മൾ പറയുന്നത് വെറും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈകൊട്ടി ആനന്ദിക്കുന്ന പാട്ടുകളല്ല. ഞങ്ങൾ പാടുന്ന പാട്ടുകളൊന്നും ആനന്ദത്തിന് വേണ്ടി പാടുന്ന പാട്ടുകളല്ല. അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന, ഈ പറഞ്ഞ പോലെ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില വാചകങ്ങൾ, ചില അർത്ഥങ്ങൾ. മൂളിപ്പോമടി കൊയ്ത്തരിവാളെ രാഗിത്തേക്കണ കിങ്കിലം കേട്ടാൽ, 100 വർഷത്തെ പഴക്കമുണ്ട് ഈ പാട്ടിന്. ആരെഴുതിയാന്നറിയില്ല. മൂളിപ്പോമടി കൊയ്ത്തരിവാളെ രാഗിത്തേക്കണ കിങ്കിലം കേട്ടാൽ, നാളെ കൊയ്ത്തിന് ചെല്ലാൻ പറഞ്ഞിട്ട് നാണക്കേട് പറയുന്ന തമ്പ്രാൻ, എണ്ണക്കറുപ്പുള്ള മാലപ്പെണ്ണാളെ നിന്നെ ശരിക്കും അറിയില്ല തമ്പ്രാൻ. മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വരുമ്പോ ചൂളാതങ്ങനെ നില്ലടി പെണ്ണെ. ഇതൊരു സ്ത്രീ ശാക്തീകരണം എന്ന് ഇപ്പൊ പറയുന്ന ഈ ശാക്തീകരണം 100 വർഷം മുമ്പ് തുടങ്ങി എന്നതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു സത്യമാണ് ഈ പാട്ട്.
തെയ്യകം 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 താര 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 മൂളിപ്പോ മടി കൊയ്ത്തരിവാളെ രാഗിത്തെ കണക്കെങ്കിലും കേട്ടാൽ മൂളിപ്പോ മടി കൊയ്ത്തരിവാളെ രാഗിത്തെ കണക്കെങ്കിലും കേട്ടാൽ മൂളിപ്പോ മടി കൊയ്ത്തരിവാളെ രാഗിത്തെ കണക്കെങ്കിലും കേട്ടാൽ നാളെ കൊയ്ത്തിന് ചെല്ലാൻ പറഞ്ഞിട്ട് നാണക്കേട് പറയണ തമ്പ്രാൻ നാളെ കൊയ്ത്തിന് ചെല്ലാൻ പറഞ്ഞിട്ട് നാണക്കേട് പറയണ തമ്പ്രാൻ തെയ്യകം 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 താര തെയ്യകം 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 താര തെയ്യകം 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 താര തെയ്യകം 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 താര എണ്ണക്കാറുള്ള മാല പെണ്ണാളെ നിന്നെ ശരിക്കും അറിയില്ല തമ്പ്രാൻ എണ്ണക്കാറുള്ള മാല പെണ്ണാളെ നിന്നെ ശരിക്കും അറിയില്ല തമ്പ്രാൻ മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വരുമ്പോ ചൂടാതെങ്ങനെ നില്ലട്ടി പെണ്ണെ മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വരുമ്പോ ചൂടാതെങ്ങനെ നില്ലട്ടി പെണ്ണെ തെയ്യകം 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 താര തെയ്യകം 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 താര തെയ്യകം 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 താര തെയ്യകം 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 താര മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വരുമ്പോ ചൂടാതെങ്ങനെ നില്ലട്ടി പെണ്ണെ എണ്ണക്കാറുള്ള മാല പെണ്ണാളെ നിന്നെ ശരിക്കും അറിയില്ല തമ്പ്രാൻ എണ്ണക്കാറുള്ള മാല പെണ്ണാളെ നിന്നെ ശരിക്കും അറിയില്ല തമ്പ്രാൻ തെയ്യകം 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 താര തെയ്യകം 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 താര തെയ്യകം 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 താര തെയ്യകം 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 താര മൂളിപ്പോ മടിക്കൊയ്ത്തരിവാളെ രാഗിത്തെ കണക്കെങ്കിലും കേട്ടാൽ മൂളിപ്പോ മടിക്കൊയ്ത്തരിവാളെ രാഗിത്തെ കണക്കെങ്കിലും കേട്ടാൽ നിലമലയിലെ കാറ്റു വന്നപ്പം ഞാറെന്താ നിന്ന് തല കുനിക്കുന്നേ നിലമലയിലെ കാറ്റു വന്നപ്പം ഞാറെന്താ നിന്ന് തല കുനിക്കുന്നേ താത്തി കൊയ്യടി താളത്തി കൊയ്യടി താഴെ നിക്കണ പെണ്ണാളെ താത്തി കൊയ്യടി താളത്തി കൊയ്യടി താഴെ നിക്കണ പെണ്ണാളെ ആ നീട്ടി കൊയ്യടി നീളത്തി കൊയ്യടി നീല താമര കണ്ണാളെ ആ നീട്ടി കൊയ്യടി നീളത്തി കൊയ്യടി നീല താമര കണ്ണാളെ ആ തെയ്യകം 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 താര തെയ്യകം 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 താര തെയ്യകം 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 താര തെയ്യകം 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 താര ഞാറു നടുമ്പം പാടണം പാട്ട് ഞാറു നടുമ്പം വളകിലിങ്ങട്ടെ ഞാറു നടുമ്പം പാടണം പാട്ട് ഞാറു നടുമ്പം വളകിലിങ്ങട്ടെ മൂളിപ്പോ മടിക്കൊയ്ത്തരിവാളെ രാഗിത്തെ കണക്കെങ്കിലും കേട്ടാൽ എണ്ണക്കാറുള്ള മാല പെണ്ണാളെ നിന്നെ ശരിക്കും അറിയില്ല തമ്പ്രാൻ മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വരുമ്പോ ചൂളാതെങ്ങനെ നില്ലടി പെണ്ണെ മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വരുമ്പോ ചൂളാതെങ്ങനെ നില്ലടി പെണ്ണെ മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വരുമ്പോ ചൂളാതെങ്ങനെ നില്ലടി പെണ്ണെ ചൂളാതെങ്ങനെ നില്ലടി പെണ്ണെ. കൊച്ചിയിലൊക്കെ പാടിയിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ നാട്ടിൽ കേട്ടുള്ള പാട്ടിന്റെ വരികൾ ഇതുപോലെ കണ്ടെടുക്കുക. ഇത് പറയുന്നത് നിങ്ങൾ കൊച്ചിയിലുള്ളവരൊക്കെ കൂടെ ഉണ്ടാകും. ഓടി 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 വരുന്ന കപ്പലിലെന്നല്ല സമാനം ഇഞ്ചി ചുക്കു ചുക്കടക്കാടക്ക കത്തികരുണ്ടക ഓടി 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 വരുന്ന കപ്പലിലെന്നല്ല സമാനം ഇഞ്ചി ചുക്കു ചുക്കടക്കാടക്ക കത്തികരുണ്ടക ഓടി 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 വരുന്ന ചുമട്ടുകാരി പെണ്ണുങ്ങൾ ഓടി 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 വരുന്ന ചുമട്ടുകാരി പെണ്ണുങ്ങൾ പെണ്ണുങ്ങക്കട പേരെന്നങ്ങനെ കേക്കടു ഓടി 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 വരുന്ന പെണ്ണുങ്ങക്കട പേരെന്നങ്ങനെ കേക്കടു അന്നമ്മ തിന്നമ്മ ത്രേസ്യാമ്മ കുഞ്ഞമ്മ ചെല്ലമ്മ തങ്കമ്മ അന്നമ്മ തിന്നമ്മ ത്രേസ്യാമ്മ കുഞ്ഞമ്മ ചെല്ലമ്മ തങ്കമ്മ ഓടി 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 വരുന്ന കപ്പലിലെന്തല്ല സമാനം ഇഞ്ചി ചുക്കു ചുക്കടക്കാടക്ക കത്തികരുണ്ടകം ഇഞ്ചി ചുക്കു ചുക്കടക്കാടക്ക കത്തികരുണ്ടകം. ഇതൊരു പാട്ടാണ്. ഇത് നമ്മൾ പലരും ഇപ്പൊ കേൾക്കുമ്പോഴായിരിക്കും ഒരു പാട്ടുണ്ടോ എന്ന്. ഞാൻ പല സ്ഥലത്തും പാടിയപ്പോൾ ഈ പാട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ പാട്ട് പലരുടെയും മനസ്സിലില്ല. പക്ഷെ ഇതുണ്ടായിരുന്ന പാട്ടാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള പാട്ടാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരുപാട് വരികളുണ്ട്. ഇനി അതിലുള്ള മറ്റു സാധനങ്ങൾ, ആണുങ്ങളെ കുറിച്ച്, ചുമട്ടുകാർ ഇരിക്കുന്ന കടകളെ കുറിച്ച്, അതുപോലെ ഈ ഓടി വരുന്ന പെണ്ണുങ്ങൾ ത്രേസ്യാമ്മയൊക്കെ പോയി മേടിക്കാൻ വള, അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടക്കാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് പാട്ട് തീരുന്നത്. ഒരുപാട് വരികളുള്ള പാട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ പറയുമ്പോഴാണ് അറിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അത്തള കുത്തള തവളാച്ചി എന്ന് പറയുന്ന പാട്ടെ കുറിച്ച് ഞാൻ സിറ്റി പള്ളിപ്പുറം സാറിനോട് ചോദിച്ചപ്പോ നമ്മൾ പണ്ട് കാലത്ത് നനഞ്ഞ മിക്കവാറും സ്കൂൾ തുറക്കുന്നത് മഴയത്താണ്. അന്ന് പുസ്തകം ഉണ്ടെങ്കിൽ ഉണ്ട്, ഷർട്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, കുട ഉണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ നമ്മളൊരു നനഞ്ഞ് ഓടി എപ്പോഴും നനഞ്ഞ ഒരു അവസ്ഥയിലാണ് കയറിയിരിക്കുന്നത്. തലയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഒരു തണുപ്പോടുകൂടി ബെഞ്ചിലോ കൂഴിമണ പിടിച്ച ബെഞ്ചിലോ ഒക്കെ ഇരിക്കുമ്പോഴാണ് കമത്തി വെച്ച് പാടുന്നൊരു പാട്ടാണ്. കുട്ടികൾ ഫസ്റ്റിൽ വരുന്ന പാട്ട് അത്തള കുത്തള തവളാച്ചി ചുക്കുമുറിക്കണ പോളാപ്പി മറിയം വന്നു വെള്ളക്കൂടി സാറാ മാണ്ട കോട്ട
ഇതിൽ തന്നെ നമ്മൾ വേറെ പാട്ട്, കട്ടുറുമ്പിനും കാതുകുത്തി അവിടെ നിന്നും കിട്ടി ഉരിയരി, ചൊങ്ങണം പുല്ലിനും വേലി കെട്ടി അവിടെ നിന്നും കിട്ടി നാഴിയരി. ഇങ്ങനെ പാട്ട് ഇതിൽ നിന്നാണല്ലോ നമ്മൾ വന്നത്. അതുപോലെ തന്നെ പൂപറിക്കാൻ പോകുന്നേ അതിരാവിലെ, ആരെ നിങ്ങൾക്ക് ആവശ്യമത് രാവിലെ. പൂപറിക്കാൻ പോകുന്നേ അതിരാവിലെ, ആരെ നിങ്ങൾക്ക് ആവശ്യമത് രാവിലെ. അവിടെയാണ് ക്ലൈമാക്സ്. ഈ ആരെ നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ ഒരാളെ പറയണം അപ്പുറത്ത്. പെണ്ണുങ്ങളും ഉണ്ടാകും, ആൺകുട്ടികളും ഉണ്ടാകും, പെൺകുട്ടികളും ഉണ്ടാകും. ഈ ആൺകുട്ടികൾ പറയണമല്ലോ ആരെ നിങ്ങൾക്ക് ആവശ്യം. സുന്ദരികളായിട്ടുള്ള സുമേനയും രശ്മിനെയും മഞ്ജുളനെയൊക്കെ എനിക്ക് ആവശ്യം, അവരെ വിളിച്ചിട്ട് പോകും. അപ്പൊ സുന്ദരികളല്ലാത്ത അവിടെ നിൽക്കുക. അതുപോലെ ഞങ്ങളെ വിളിക്കണമല്ലോ. ഞാനൊക്കെ അന്ന് മെലിഞ്ഞ് കറുത്തിട്ട് ഉണങ്ങിയിരിക്കുന്നു, നമ്മളൊന്നും ആരും വിളിക്കില്ല. പക്ഷെ അതിന്റെ അകത്തൊരു തമാശ ഞാൻ പറഞ്ഞ. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ഇവര് വിളിക്കും, അനിലിനെ ഞങ്ങൾക്ക് ആവശ്യം വീട്ടാ, 10ാം ക്ലാസ് വരെ വീട്ട് അനിലിന്റെ ആവശ്യമൊന്നും പാടില്ല എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഈ പാടുന്നിടക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഇതിലൂടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും കേൾക്കാനും ഒത്തൊരുമിക്കാനും അവർ തമ്മിൽ പരസ്പരം ഇടപഴകാനും ഒക്കെ ഉള്ള ഒരു സംഘബോധവും സംഘഗാനവും ഒക്കെ കൂടി കടന്നു വരുന്നതാണ് ആ പാട്ടിനെ സൂചിപ്പിക്കുക. മറ്റൊരു പാട്ടിലേക്ക് സെൽവരാജ് മാറും. അതുപോലെ തന്നെ ഈ കടലുമായി ബന്ധപ്പെട്ട് കടപ്പുറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അകത്തൊരു പ്രധാന വരിയുണ്ട്, നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രധാന വരിയാണ്. ആ വരി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഈ പാട്ട് രൂപപ്പെടുന്നത് ഈ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ ആദ്യമായി വിദേശത്തു നിന്ന് മറു രാജ്യത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നവരാരാണോ അവരെ കുറിച്ചിട്ടാണ് ഈ പാട്ട് സൂചിപ്പിക്കുന്നത്. അത് ഈ പറങ്കികളെ കുറിച്ചിട്ടാണ്. പറങ്കികൾ എന്ന് പറയുന്ന വിദേശത്തു നിന്ന് വന്നിട്ടുള്ള ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരോ അല്ല അതുപോലുള്ള ആളുകളെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിലൊരു വരി ഇങ്ങനെയാണ്, കടപ്പുറത്തെ നല്ലൊരു വെളുത്ത മണ്ണിൽ കളിച്ചിരിക്കും നല്ലൊരു പറങ്കിക്കുട്ടി എന്നാണ്. കടപ്പുറത്തെ നല്ലൊരു വെളുത്ത മണ്ണിൽ കളിച്ചിരിക്കും നല്ല പറങ്കിക്കുട്ടി എന്നാണ്. അവരിവിടെ വരുമ്പോഴത്തേക്ക് അവരുടെ പെണ്ണുങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അവിടെ കൂട്ടത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നില്ല, ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആണുങ്ങൾ മാത്രമാണ് ആ വിദേശ രാജ്യത്തുനിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കപ്പൽ കയറി വന്നിട്ടുള്ളത്. ആ കപ്പൽ കയറി വന്നിട്ടുള്ള അവരെ കുറിച്ച് പറയുമ്പോൾ കടപ്പുറത്ത് കളിച്ചിരിക്കും നല്ലൊരു പറങ്കിക്കുട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പൈതൃകത്തെ കുറിച്ച് നമുക്ക് ഇപ്പൊ മനസ്സിലായിക്കാണും. അപ്പൊ പാട്ടിൽ അങ്ങനെ ഒരു വരിയുണ്ട്, അതാരും അങ്ങനെ ശ്രദ്ധിക്കില്ല. ആ പാട്ട് വളരെ ഈ പരിചമുട്ട് കളിയിൽ ആണ് അവർ ആ പാട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പാരമ്പര്യ കലാരൂപങ്ങളിൽ മാസ്കുകളുടെ സാധ്യത, ആധുനിക നാടകവേദിയിൽ മാസ്കിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടോപ്പിക്കിന് എനിക്കൊരു ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് HRD. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പാട്ടുകളെക്കുറിച്ചും പാട്ടുചരിത്രത്തെക്കുറിച്ചും ആർട്ട് ഫോമിനെക്കുറിച്ചും കലാരൂപത്തെക്കുറിച്ചും പടയണിയെക്കുറിച്ചും തെയ്യത്തെക്കുറിച്ചും കഥകളിയെക്കുറിച്ചും മുടിയേറ്റിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഈ പാട്ടുകളൊക്കെ നമ്മുടെ കയ്യിൽ ഈ പരിചമുട്ട് കളിനെ കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ പാട്ടൊക്കെ കൈ കിട്ടുന്നത്. അപ്പം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് കിട്ടിയാൽ ആ പാട്ടിൻ്റെ അകത്തുള്ള വരികളും വരിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളും കണ്ടുപിടിക്കുക എന്നൊരു ആവേശത്തിന്റെ പുറത്താണ് കേട്ടോ ഈ കടപ്പുറത്തെ നല്ലൊരു വെളുത്ത മണ്ണിൽ കളിച്ചിരിക്കുന്ന നല്ലൊരു പറങ്കിക്കുട്ടിയെ നമ്മൾ മനസ്സിലാക്കിയത്. കടപ്പുറത്തെ നല്ലൊരു വെളുത്ത മണ്ണിൽ തകടാളം കളിച്ചിരിക്കും നല്ലൊരു പറങ്കിക്കുട്ടി. കടപ്പുറത്തെ നല്ലൊരു വെളുത്ത മണ്ണിൽ തകടാളം കളിച്ചിരിക്കും നല്ലൊരു പറങ്കിക്കുട്ടി. തകതാളം പറങ്കി വന്നേ നല്ലൊരു പുറങ്കടലിൽ തകതാളം കറുത്ത പൊന്നും നല്ലൊരു പണവും കാശും. തകതാളം പറങ്കി വന്നേ നല്ലൊരു പുറങ്കടലിൽ തകതാളം കറുത്ത പൊന്നും നല്ലൊരു പണവും കാശും. തകതാളം കടപ്പുറത്തെ നല്ലൊരു വെളുത്ത മണ്ണിൽ തകതാളം കളിച്ചിരിക്കും നല്ലൊരു പറങ്കിക്കുട്ടി. തകതാളം കടലരികെ വളരെ വലയ്ക്കു പോകുമ്പോ തകതാളം വിളിച്ചു ചൊല്ലും സിംഗരനാധിരാജാവേ. തകതാളം കടപ്പുറത്തെ നല്ലൊരു വെളുത്ത മണ്ണിൽ തകതാളം കളിച്ചിരിക്കും നല്ലൊരു പറങ്കിക്കുട്ടി. തകതാളം പറങ്കി വന്നേ നല്ലൊരു പുറങ്കടലിൽ തകതാളം കറുത്ത പൊന്നും നല്ലൊരു പണവും കാശും. തകതാളം കടലരികെ വളരെ വലയ്ക്കു പോകുമ്പോ തകതാളം വിളിച്ചു ചൊല്ലും സിംഗരനാധിരാജാവേ. തകതാളം പോക്കുകണ്ടേ നല്ലൊരു ചീനി കാട്ടി. തകതാളം ചീനി കാട്ടി നല്ലൊരു വലയും വീശി. തകതാളം പോക്കുകണ്ടേ നല്ലൊരു ചീനി കാട്ടി. തകതാളം ചീനി കാട്ടി നല്ലൊരു വലയും വീശി. തകതാളം കടപ്പുറത്തെ നല്ലൊരു വെളുത്ത മണ്ണിൽ തകതാളം കളിച്ചിരിക്കും നല്ലൊരു പറങ്കിക്കുട്ടി. ആ കുമ്മിഞ്ഞി രാജാവിന്റെ കൽപ്പന വന്ന കാലം കുമ്മിഞ്ഞി രാജാവിന്റെ കൽപ്പന വന്ന
രാജാവിന്റെ കൽപ്പന വന്ന കാലത്തി താഴെ കുതിരപ്പുറത്തേറി രാജാവും മന്ത്രിമാരും കടപ്പുറത്തെ നല്ലൊരു വെളുത്ത മണ്ണി താളം തള്ളിച്ചിരിക്കും നല്ലൊരു മറണ്ടി കുട്ടി താളം കടപ്പുറത്തെ നല്ലൊരു. സിനിമാ ഗാനങ്ങളെ ഒക്കെ തന്നെ സ്വാധീനിച്ചുകൊണ്ട് അത് നാടൻ ശൈലികൾ കോർത്തിണക്കിക്കൊണ്ട് കടന്നു വരികയാണ്. അങ്ങനെ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ മേഖല സാഹിത്യത്തിൽ, കവിതകളിൽ, കഥകളിലൊക്കെ തന്നെ ഈ പാട്ടുകൾ കയറി വരികയാണ്. ഓരോ സന്ദർഭങ്ങൾ വിനിയോഗിക്കാൻ, അല്ലെ സന്ദർഭങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടി പാട്ടുകളുടെ സഹായം സാഹിത്യകൃതികളിൽ ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നാടൻ പാട്ട്, അതാണ് പറയുന്നത് നമ്മുടെ സാഹിത്യകൃതികളുടെ അടിസ്ഥാന അടിവേര് എന്ന് പറയാവുന്നത് നാടൻ പാട്ടുകളാണ്. ആ നാടൻ പാട്ടുകളെ ഇന്ന് പാടുന്നത് അമ്പലപ്പറമ്പിലൊക്കെ പാടുന്ന ഒരു നാടൻ പാട്ട് സംഘം, കൊച്ചിൻ ബീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു പേരിൽ വരുന്നു. ഏതെങ്കിലും ഒരു പാട്ട് ഭയങ്കര ബഹളമുള്ള ഒരു പാട്ടങ്ങ പാടുന്നു. അപ്പുറത്തും ഇപ്പുറത്തും അനുഷ്ഠാന കലാരൂപങ്ങൾ എന്നുള്ള പേരിൽ അതിൻ്റെ അനുഷ്ഠാനമോ അല്ലെങ്കിൽ ആചാരമോ ഒന്നും അറിയാത്ത, ആ സംസ്കാരവുമായിട്ട് ബന്ധമില്ലാത്ത ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് കെട്ടി ആടി ആചാരങ്ങളെ വികലമാക്കിക്കൊണ്ട് തന്നെ അവതരിപ്പിക്കുന്നു. അത് ഈ നാടൻ പാട്ടിനെ ഒരു കളർഫുള്ളാക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതല്ല, അതിൻ്റെ യഥാർത്ഥ ഇതുപോലെ കുഞ്ഞു പാട്ടുകൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയും അത് അടുത്ത തലമുറക്ക് പാടുകയും അത് നമ്മുടെ കുടുംബ സദസ്സുകളിലും നമ്മൾ ഒത്തുകൂടുന്ന സദസ്സുകളിലും ഒക്കെ ഇത് പാടി വരുമ്പോഴാണ് ഈ പാട്ടുകളെ ചേർത്ത് നിർത്തുകയും ഈ പാട്ടുകൾ അന്യം വന്ന് പോകാതിരിക്കും, ഇത് നശിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ചേർത്ത് നിർത്ത്, അല്ലെങ്കിൽ ഈ പാട്ട് കെട്ടുക എന്നാണ് പറയുന്നത്, അല്ലെ? പാട്ട് കെട്ടുക എന്നാണ് പാട്ട് പറയുന്നത്. പാട്ടിന് പ്രത്യേകിച്ച് വരികളൊന്നും ഇല്ലാതെ അവരുടെ ജീവിത സന്ദർഭങ്ങളൊക്കെ എത്തിച്ചിട്ട് പാട്ട് കെട്ടുകയാണ്. അങ്ങനെ കെട്ടാൻ ഇപ്പൊ കെട്ടണ്ട, ഉള്ള പാട്ടിനെ ഒന്ന് കെട്ടിവെച്ചാൽ മതി. പറങ്കികളുടെ പിൻതലമുറക്കാരായ നമ്മുടെ ഫോർട്ട് കൊച്ചി, ആലപ്പുഴയുടെയൊക്കെ തീരപ്രദേശങ്ങളിലുള്ള പറങ്കികളുടെ ജീവിതത്തെ ആസ്പദമാക്കി നൊറോണ പറഞ്ഞിട്ടുള്ള ഒരു വലിയ പുസ്തകമാണ്. ചെറിയ പുസ്തകമാണെങ്കിലും അതിന്റെ കഥ നമുക്ക് വായിച്ചു പോകുമ്പോൾ അത് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവം കൂടിയുള്ളതാണ് മുണ്ടംപറങ്കി എന്നുള്ള ഒരു കഥ. അതിലിത് തന്നെ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന നാടോടി നാടകമാണ് ചവിട്ട് നാടകമായിട്ടൊക്കെ പിന്നെ നമ്മൾ കാണുന്നതും ഇന്ന് മുന്നോട്ട് പോകുന്നതും. അപ്പൊ അവിടെ ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകൾ, നാടോടി സംഗീതത്തിൽ ചവിട്ട് നാടകത്തിൽ ഉപയോഗിക്കുന്ന പാട്ടുകളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നത്. മറ്റൊന്ന്, ഈ പറഞ്ഞ പാട്ടുകളും പാട്ടിൻ്റെ ഉള്ളിലുള്ള ചരിത്രവും പാട്ടിലുള്ള വരികൾക്കുള്ളിൽ അർത്ഥവുമല്ല, അതൊരു സംസ്കാരമാണ്, ഒരു ജനതയുടെ ആത്മ അനുഭവമാണ്. ആ ജനത നമ്മൾ തന്നെയാണ്. ആ നമ്മളുടെ ഈ ആത്മ പ്രഭയെ എടുത്തുന്ന തരത്തിലുള്ള, ഇപ്പൊ പുതിയ കാലത്തെ നാടൻ പാട്ടുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞ പോലെ നാടൻ പാട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭക്തിമയമാണ്, ഭക്തിക്കുള്ളിൽ മുങ്ങി നിൽക്കുകയാണ്, ഭക്തിപ്പാട്ടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പാട്ടുകൾ. നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ നാടോടി പാട്ട്, ഞാൻ ഈ പറഞ്ഞ പാട്ടുകളൊന്നും ഇപ്പോൾ പൊതുവിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CN ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ എഴുതിയിട്ടുള്ള ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകത്തിൽ ഒരു ഡയലോഗിൻ്റെ ഒരു പോർഷനുണ്ട്. അതിങ്ങനെയാണ്: ഒരു വംശത്തെ നശിപ്പിക്കാൻ ആ വംശത്തിനെ കഴിയൂ, അന്യർക്ക് അത് അശക്യം. നമ്മിൽ ഒരുത്തൻ തുണയ്ക്കുന്നു എന്നതാണ് അവൻ്റെ ശക്തി. കൈകസിയുടെ വയറ്റിൽ ഈ പുഴുത്ത ഇറച്ചി കഷണം എങ്ങനെ വന്നു പിറന്നു? സഹോദരൻ, നമ്മുടെ ആത്മ സഹോദരൻ, സാഹോദര്യം കണ്ട് പഠിക്കട്ടെ അവൻ്റെ പുതിയ യജമാനന്മാരിൽ നിന്ന്. നാം അത് കണ്ടു, നമുക്കതിൽ അസൂയ തോന്നുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ, നമ്മൾ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ഇത് വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഇത് നമ്മുടെ വരും തലമുറയുടെ ആവശ്യമാണ്. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഈക്വാലിറ്റി, അല്ലേ? സമത്വം. ഈ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും എല്ലാം നിലനിൽക്കണമെങ്കിൽ, ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയണമെങ്കിൽ നാം ഒന്നായി മുന്നോട്ട് പോകണം. അവിടെ മേൽജാതിയെന്നോ കീഴ്ജാതിയെന്നോ ഇല്ലാതെ ഈക്വലായി പോകാൻ പറ്റണമെങ്കിൽ ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കാനും നമ്മുടെ പൂർവികരായ ആളുകൾ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും നമുക്ക് വേണം. എന്നിട്ട് വേണം ഈ ഭക്തി പ്രസ്ഥാനം ഇങ്ങനെ നാടൻപാട്ട് രൂപത്തിൽ കൊണ്ടു നടക്കാൻ എന്ന ചിന്തയും കൂടി നമുക്ക് ഈ അവസാന നിമിഷത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. പാട്ടും പാരുന്ത കെട്ട് ഞാൻ പണ്ടേ മറന്നേ, പൊട്ടും കോരവായി ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരുന്ത കെട്ട് ഞാൻ പണ്ടേ മറന്നേ, പൊട്ടും കോരവായി ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടിതയ്യേ, എന്നിട്ടും
എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ. കറുത്ത ദൈവത്തെ കൊല്ലണം തമ്പ്രാന്റെ ദൈവമോ, നമ്മളെ കൊല്ലാതിരിക്കുമെന്നാരതു കണ്ട്. കറുത്ത ദൈവത്തെ കൊല്ലണം തമ്പ്രാന്റെ ദൈവമോ, നമ്മളെ കൊല്ലാണ്ടിരിക്കുമെന്നാരത് കണ്ടോ. നമ്മളെ കൊല്ലാണ്ടിരിക്കാൻ പാടണം പാട്ട്, നമ്മളെ കൊല്ലാണ്ടിരിക്കാൻ പാടണം പാട്ട്. കറുത്ത ദൈവത്തെ കൊല്ലണം തമ്പ്രാന്റെ ദൈവമോ, കുഞ്ഞോളെ കൊല്ലാണ്ടിരിക്കുമെന്നാരത് കണ്ട്. പറുത്തും കെട്ടും പണ്ടേ മറന്നേ, കൊട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരന്ത കെട്ട് ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരന്ത കെട്ടും കോറക്കടിതയേ, പാട്ടും പാരന്ത കെട്ടും കോറക്കടിതയേ. കൂട്ടാളരെ എല്ലാം കൂട്ടടിതയേ, പാട്ടും പാരന്ത കെട്ടും കോറക്കടിതയേ. കൂട്ടാളരെ എല്ലാം കൂട്ടടിതയേ, പാട്ടും പാരന്ത കെട്ട് ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവായി ഞാൻ പണ്ടേ കളന്നേ. എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടിതയ്യേ, എന്നിട്ടും കൊട്ടാതിരിക്കാൻ വയ്യടിതയ്യേ. എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടിതയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയ്യേ. പാട്ടും പാരന്ത കെട്ടും കോറക്കടിതയ്യേ, കൂട്ടാളരെ എല്ലാം കൂട്ടടിതയ്യേ, കൂട്ടാളരെ എല്ലാം കൂട്ടടിതയ്യേ. പാട്ടും പരുതക്കെട്ടും ഞാൻ പണ്ടേ കളഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് അതൊന്നും കളഞ്ഞതേനൊക്കെ അല്ലെങ്കിൽ മറച്ചു വെച്ചു അല്ലെങ്കിൽ മാറ്റിവെച്ചു. ഇപ്പോഴത്തെ ജീവിത തിരക്കിൽ ഞാൻ മാറ്റിവെച്ചെങ്കിൽ പോലും എടുത്ത് പ്രയോഗിക്കേണ്ട സമയത്ത് നമ്മൾ എടുത്ത് പ്രയോഗിക്കണമെന്നാണ് പാട്ട് പറയുന്നത്. നിങ്ങളോട് ഓരോരുത്തരോടും, നിങ്ങളാണ് ഞങ്ങളുടെ ചങ്ക്, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഓരോരുത്തരോടും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വേദി വിടുവാങ്ങുന്നു. വിടവാങ്ങുന്നു.